നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഗംഭീര വിജയം. വാങ്കഡയിൽ പോയിട്ട് CSK 103 റൺസിൻ്റെ വിജയമാണ് നേടിയിരിക്കുന്നത്. ഇത് ചരിത്ര വിജയമാണ്. CSKയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയം, മുംബൈ ഇന്ത്യൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം. ഈ വിജയത്തോടുകൂടി പോയിന്റ് പട്ടികയിൽ ഒരു കുതിച്ചുചാട്ടമാണ് CSK നടത്തിയിരിക്കുന്നത്. 8ാം സ്ഥാനത്ത് മൈനസ് നെറ്റ് റൺ റേറ്റുമായി നിന്ന CSK ഇപ്പോൾ 5ാം സ്ഥാനത്ത് പോസിറ്റീവ് നെറ്റ് റൺ റേറ്റുമായിട്ട് നിൽക്കുന്നു. യെസ്, ഗെയിം ഓൺ. ഇനി അങ്ങോട്ടാണ് കളി. എന്തു സംഭവിക്കും? ടോപ്പ് 4ൽ കനത്ത പോരാട്ടം നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. പഞ്ചാബ് കിങ്സും അതുപോലെ രാജസ്ഥാൻ റോയൽസും കുറച്ചൊരു ആധിപത്യത്തോടു കൂടി 1-2 സ്ഥാനത്തുണ്ടെങ്കിലും 3-4 സ്ഥാനത്ത്, 4ാം സ്ഥാനത്തുള്ള SRHന് 7 കളിയിൽ നിന്ന് 8 പോയിന്റ്, CSKക്ക് 2 പോയിന്റ് ഡിഫറൻസ് അവിടെ ഉള്ളൂ. മൂന്നാമതുള്ള RCBക്കും 8 പോയിന്റാണ്. അത് പക്ഷേ ഒരു 6 കളിയെ കളിച്ചുള്ളൂ. പക്ഷേ ആ 3-4 സ്പോട്ടുകൾ വൈഡ് ഓപ്പണാണ്. കളി ഇനിയും പകുതി ബാക്കി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല പോരാട്ടം നടക്കാൻ പോകുന്നു. പോയിന്റ് പട്ടികയുടെ മിഡിലങ്ങ് താഴേക്ക്, അതായത് ലോവർ മിഡിൽ എന്നൊക്കെ പറയാവുന്ന ഭാഗത്ത് അടിമുടി മാറ്റമാണ് CSKയുടെ ഈ വിജയം ഉണ്ടാക്കിയിരിക്കുന്നത്. CSK 8ാം സ്ഥാനത്തായിരുന്നു ഈ കളിക്ക് മുമ്പേ. 6 കളി 4 പോയിന്റ്, -0.78 നെറ്റ് റൺ റേറ്റ്. അവിടെ നിന്ന് അവർ 7 കളി 6 പോയിന്റ്, 0.12 നെറ്റ് റൺ റേറ്റോടെ 5ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുന്നു. അതോടുകൂടി 5ാമതുണ്ടായിരുന്ന DC 6ാമതേക്കും, 6ാമതുണ്ടായിരുന്ന GT 7ാമതേക്കും, 7ാമതുണ്ടായിരുന്ന മുംബൈ 8ാം സ്ഥാനത്തേക്കും വീണിരിക്കുന്നു. മുംബൈയുടെ കാര്യം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അവർ വല്ലാതെ ബുദ്ധിമുട്ടുമെന്ന കാര്യം ഉറപ്പാണ്. 7 കളികളിൽ നിന്ന് 2-2 ജയം, 4-4 പോയിന്റ്, -0.74 അവരുടെ നെറ്റ് റൺ റേറ്റ്. ഇത് മാറ്റിയെടുക്കാൻ അവർ ശരിക്ക് ബുദ്ധിമുട്ടുമെന്നത് ഉറപ്പാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ 5ാം സ്ഥാനം വളരെ സേഫായിട്ട് അങ്ങ് നിൽക്കുന്നു എന്നല്ല ഈ ഒരു വാദം. ശരിയാണ്, ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും അവരുടെ മത്സരങ്ങൾ വിജയിച്ച ചെന്നൈ 7ാം സ്ഥാനത്തേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നേരെ തിരിച്ചും സാധ്യതയുണ്ട്. ചെന്നൈ അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് കുതിക്കാനുള്ള സാധ്യതയുമുണ്ട്. ചെന്നൈക്ക് താഴെയുള്ള ടീമുകൾക്കൊക്കെ മൈനസാണ് നെറ്റ് റൺ റേറ്റ് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഈ 103 റൺസിൻ്റെ വിജയമുണ്ടല്ലോ, അത് വലിയ വലിയ ഇമ്പാക്റ്റാണ് ഈ IPLൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് CSKയുടെ ട്രാക്ക് റെക്കോർഡ് തുടക്കത്തിൽ നന്നായിട്ട് വലഞ്ഞിട്ട് കഴിഞ്ഞ കുറച്ച് കളികൾ, ശരിയാ ഇതിന് മുമ്പത്തെ കളിയൊക്കെ തോറ്റു, പക്ഷെ കഴിഞ്ഞൊരു 4-5 കളികളിൽ നിന്ന് അവർക്ക് ഈ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റി, 3 വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളിടത്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യം. അതും പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലേക്ക് പോയി. അവരുടെ കുന്തമുനകളാകുമെന്ന് കരുതിയ ഖലീൽ അഹമ്മദും ആയുഷ് മാത്രയും പോയി. എന്നിട്ടും അവർ കളി ജയിക്കാൻ പുതിയ കോമ്പിനേഷനുകൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ കളി തന്നെ നോക്കുക. വാങ്കഡയിലെ പിച്ചിൻ്റെ സാധാരണ സ്വഭാവമല്ല ഇന്നലത്തെ പിച്ചിലെന്ന് മനസ്സിലാക്കി ടാക്റ്റിക്കലി അവർ അഖിൽ ഹുസൈനെ ഇറക്കി. അഖിൽ ഹുസൈനും നൂർ അഹമ്മദും ചേർന്നെറിഞ്ഞ 8 ഓവറുകൾ, ആ 8 ഓവറുകളിൽ അവർ പിഴുതെടുത്ത 6 വിക്കറ്റുകൾ, അത് ഈ കളിയിൽ വളരെ വളരെ ക്രൂഷ്യലായിട്ട് മാറുകയായിരുന്നു. ഗെയിം റീഡ് ചെയ്യുക, അതനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോവുക, അതിൻ്റെ റിസൾട്ട് കൊയ്തെടുക്കുക. അതാണ് ഇനി തീർച്ചയായിട്ടും CSK ചെയ്യേണ്ടത്. ഗെയിം അവയർനെസ്. സഞ്ജു അത് കൃത്യമായിട്ട് പറഞ്ഞു. നമുക്ക് പ്രീ മെഡിറ്റേറ്റഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കി കാര്യം എളുപ്പമായിരുന്നില്ല. മറുഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നപ്പോൾ ഒരു സെറ്റിൽഡായ ബാറ്റർ അവിടെ തുടരുകയും ആ ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യണമായിരുന്നു. അത് മനസ്സിലാക്കി ഞാൻ അങ്ങനെ കളിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ആ സെഞ്ചുറി. ആ പിച്ചിൽ മറ്റാരും അർദ്ധ സെഞ്ചുറി പോലും നേടിയിട്ടില്ല. 30 റൺസിന് മുകളിൽ അടിച്ചത് തിലകും സൂര്യയും മാത്രമാണ്. പക്ഷെ അവരുടെ സ്ട്രൈക്ക് റേറ്റും മികച്ചതായിരുന്നില്ല. അവിടെയാണ് സഞ്ജു വ്യത്യസ്തനായിട്ട് ഈ ഒരു സ്കോറിംഗ് നടത്തിയത്. സഞ്ജുവിൻ്റെ ആ ഇന്നിങ്സ് ആണ് CSKക്ക് വലിയ അപ്പർ ഹാൻഡ് നേടിക്കൊടുത്ത്. പിന്നെ പവർ പ്ലേയിൽ അഖിൽ ഹുസൈൻ എറിഞ്ഞ ഏറുണ്ടല്ലോ, മെയ്ഡൻ അടക്കം അദ്ദേഹം എറിഞ്ഞത്, അവിടെ കഴിഞ്ഞു മുംബൈ ഇന്ത്യൻസിന് എന്തെങ്കിലും പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിൽ. അതായത് ഗെയിം കൃത്യമായി റീഡ് ചെയ്ത് അതനുസരിച്ച് കാര്യങ്ങൾ ഒരുക്കി അതനുസരിച്ച് വിജയിച്ചു പോവുക. ഒരു എക്സ് ഫാക്ടർ ഒന്നും CSKയുടെ ബൗളിങ്ങിൽ ഇല്ല എന്ന് നേരത്തെ തന്നെ രുദ്രാജ് ഗെയ്ക്കോ അത് പറഞ്ഞത്. പക്ഷേ ഇതാണ് ഇനി അവർ എക്സ് ഫാക്ടർ ആക്കേണ്ടത്. കൃത്യമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ, അവൈലബിൾ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമൈസിങ് അവൈലബിൾ റിസോഴ്സസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് ഇവിടെ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഗെയിം ഓൺ എന്ന് നമ്മൾ പറയുന്നത്. CSK ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുതിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. റൈറ്റ് കോമ്പിനേഷൻസ് കണ്ടെത്തുക, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, വിജയിക്കുക. സോ ഗെയിം ഓൺ, ഗെയിം ഓൺ. 5ാം സ്ഥാനത്ത് CSK. എന്തും സംഭവിക്കാം. ടോപ്പ് 4 ഇനി നടക്കാൻ പോകുന്നത് കനത്ത പോരാട്ടമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ ക്രിക്കറ്റ്.